കേരള ജമിയത്തുൽ ഉലമയുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഓരോ കാലഘട്ടത്തിലും ഇതിനെതിരിൽ പല നിലക്കുള്ളതായ വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഇതിനെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ബിദ്ഈ പ്രസ്ഥാനക്കാരുടെ സഹായത്തോടു കൂടി പലരും ഇവിടെ നടത്തിയിട്ടുണ്ട്. അതുപോലുള്ള പ്രവർത്തനങ്ങൾ ഇന്നും ഇവിടെ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആര് നശിപ്പിക്കാൻ ശ്രമിച്ചാലും ഇത് ശരിയായ ഒരു അടിസ്ഥാനത്തിൻ്റെ മേലിൽ വിത്ത് പാകപ്പെട്ടതായ ഒരു സംഘടനയായതുകൊണ്ട്, മഹാന്മാരാവുന്ന മശായിഖന്മാർ സ്ഥാപിച്ച ഒരു സംഘടനയായതുകൊണ്ടിട്ട് അവർക്കുള്ള പ്രത്യേകമാവുന്ന നോട്ടവും അവരുടെ പ്രത്യേകമാവുന്ന മതതൊക്കെ എന്നും ഈ സംഘടനകൾക്കുണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഈ പൊള്ള് പ്രചരിപ്പിച്ചുകൊണ്ടിട്ട് ഇവിടെ പൊള്ളിനെ മാത്രം പ്രചരിപ്പിക്കുക, അന്നിലേക്ക് പ്രസ്ഥാനത്തിനെ എതിർക്കുക, പ്രസ്ഥാനത്തിനോട് ബന്ധപ്പെട്ട സംഗതികളെ എതിർക്കുക, അതാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വെറും പൊള്ള് മാത്രമാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. അത് 220 വരെ ഇവിടെ സത്യം, ദീൻ കാര്യത്തിൽ സത്യം മാത്രം പറഞ്ഞുകൊണ്ട് ജനങ്ങൾ ഇവിടെ പ്രവർത്തിച്ച കാലഘട്ടമുണ്ടായി. അതിന് ശേഷമാണ് ഈ പൊള്ളുകളൊക്കെ ഇവിടെ ഉണ്ടാക്കാൻ തുടങ്ങിയത്, പ്രചരിക്കാൻ തുടങ്ങിയത്. അത് പിന്നെ ഇങ്ങനെ വ്യാപിച്ച് വരും. മനുഷ്യനങ്ങനെയല്ലേ, ഫഷ പൊള്ളുണ്ടായി ലഹറൽ കരീബു ലുഹുവൻ ബയ്യനൻ, വളരെ വ്യക്തമായ നിലക്ക് പിന്നീട് കളവുകൾ കടന്നുകൂടാൻ തുടങ്ങി. ആ കളവുകൾ പ്രചരിപ്പിക്കപ്പെടാം. അതാണെന്ന് വാട്സപ്പ് അതുപോലത്തെ മറ്റുള്ളതായ മാധ്യമങ്ങൾ കൂടിയൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മളൊക്കെ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, യഥാർത്ഥമാവുന്ന തെക്കുവയിലേക്ക് നമ്മൾ മടങ്ങി വരണം. നമുക്കൊക്കെ തെക്കുവ ഉണ്ടാകുന്ന ചോദിച്ചാലുണ്ട്, പക്ഷേ ആ തെക്കുവൻ്റെ യഥാർത്ഥ സ്വഭാവത്തിലല്ല നമുക്കുള്ളത്. ഹൃദയത്തിൽ തെക്കുവ ഒന്ന് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്നറിയോ, ആ ഹൃദയത്തിനേക്ക് വല്ലാതെ വിശുദ്ധി ഉണ്ടാവണം, നല്ല യഥാർത്ഥ തെക്കുവ ഉണ്ടാവുള്ളൂ. ആ തെക്കുവയിൽ നിന്ന് എന്താവണം, ഈമാൻ വളർന്ന് വലുതാവണം. ഈമാൻ എങ്ങനെയാണ്? അൽ ഈമാൻ യസീദു വ യൻഖുസ്, ഈമാൻ വളരും ചെയ്യും ചെറുതാവും ചെയ്യും. എങ്ങനെ ഈമാൻ വളർന്ന്? അത് തെക്കുവ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈമാൻ വളർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ വളർന്ന് ഈമാനെ വളർത്തിയെടുക്കണം. അത് വളർത്തിയെടുക്കണമെങ്കിൽ എന്ത് വേണം? അടിസ്ഥാനപരമായി ഈമാൻ വളരാൻ ആവശ്യമാവുന്ന അതിൻ്റെ വളങ്ങളുണ്ട്, ആ വളങ്ങൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ വളങ്ങൾ ചേർത്താൽ മാത്രം പോരാ, ഹൃദയത്തിനെ ആദ്യം തന്നെ ശുദ്ധീകരിക്കുകയും വേണം. ഈമാനിനോട് എതിരാവുന്ന സ്വഭാവങ്ങൾ ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടില്ല. നമ്മളൊക്കെ മോമിനിയങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ നടക്കണം. നമ്മൾ കൽബിൽ പരിശോധിച്ച് നോക്കിയാൽ കിബിർ, അസദ്, ഉജുബ്, റിയാദ് പോലത്തെ മോശമായ സ്വഭാവങ്ങളെ കൊണ്ട് നമ്മളെ ഹൃദയത്തിന് നടക്കപ്പെട്ടിരിക്കുകയാണ്. മഹാനാവുന്ന ഇഫായി ശേഖ് തങ്ങൾ പറഞ്ഞതുപോലെ അൽ ഖുലൂബു നൗഅനി, 2 ജാതിയാണ് ഹൃദയങ്ങൾ. ഖൽബുൻ യൂലദ് വലം യഗ്നിലഹു അൻ യൂലദ് ബൽ യസീറു ജദീനൻ ഫീ ബത്നി ശഹവാതി വൽ വയ്യി വൽ വലാൽ, തമ്മാടിത്തരം, ദുർമാർഗ്ഗം, തടിൻ്റെ ഇച്ഛകൾ എന്നൊക്കെ പറയുന്ന വൃത്തികേടുകളാവുന്ന വയറിൻ്റെ ഉള്ളിൽ ഒരു ചാപ്പിള്ളയായി നിൽക്കും ചില ആളുകൾക്കുള്ള ഹൃദയങ്ങൾ. ആ ഹൃദയങ്ങൾ പുറത്തു വരില്ല എന്ന് പറഞ്ഞാൽ ആ ഹൃദയങ്ങളെ കൊണ്ടുള്ള ഗുണങ്ങൾ പുറത്ത് കാണാൻ കഴിയില്ല. ആ ഹൃദയത്തിൽ ഈമാൻ ഉണ്ടാവും, പക്ഷേ ആ ഈമാൻ വളർന്ന് വികസിക്കില്ല. അത് എന്താവും അറിയോ? അത് മുരടിച്ചു പോകും ആ ഈമാൻ. എന്താ കാരണം? ഈമാൻ വളരാൻ ആവശ്യമാവുന്ന സ്വഭാവ ഗുണങ്ങൾ നമ്മുടെ ഹൃദയത്തിലില്ലാതെ. അപ്പോൾ ഈമാനെ വളർത്താൻ മഹാന്മാരാവുന്ന മുറബിയായ മശായിഖന്മാർ ചെയ്യുന്നത് പോലെ അവരൊക്കെ അവരെന്തേ ചെയ്തിരുന്നത്? അവർ ഷേഖു കൗവല്ലദി അഖ്റജക ബിൻ സിജിനിൽ ഹവ, തടിൻ്റെ ഇച്ഛയിൽ നിന്ന് നിനക്ക് മോചനം നൽകാൻ ഷേഖിക്ക് ചെയ്യണം. അവരാണ് യഥാർത്ഥ ഷേഖ്. റബ്ബിൻ്റെ പ്രഭകൾ നിൻ്റെ ഹൃദയത്തിൽ പതിക്കാൻ പറ്റുന്ന നിലക്ക് നിൻ്റെ ഹൃദയത്തെ കടഞ്ഞ് ശുദ്ധീകരിച്ച് തരാൻ ശേഖരിക്കുക ചെയ്യണം. അവനാണ് യഥാർത്ഥ ശേഖ്. നിൻ്റെ കൈ പിടിച്ച് അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിലേക്ക് കൊണ്ടെത്തി അള്ളാഹുവിനോട് പറയാം, ആദാ അബ്ദുക്ക്, ഇത് നിൻ്റെ അടിമയാണെന്നും നിന്നോട് പറയാം ആദാ റബ്ബുക്കും. ഈ അവസ്ഥ ഉള്ളവരാണ് യഥാർത്ഥ മശായിഖന്മാർ. അങ്ങനത്തെ മശായിഖന്മാർ മുൻകാലങ്ങളിലൊക്കെ അവർ ആ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടി പാടുപെട്ടു. അങ്ങനെയല്ലേ മഹാന്മാരാവുന്ന മശായിഖന്മാരൊക്കെ, മഹദി ശൈഖ് തങ്ങളൊക്കെ അവരെടുത്ത് ഒരു പ്രത്യേക ചണ്ടനുണ്ട്. ഇത് തബുലുൽ ബാസ് എന്നാണ് അതിന് പറയൽ. അത് മുട്ടിക്കൊണ്ട് മുപ്പര് ആവേശം കൊള്ളിച്ചു. മുരീദന്മാർ ദിക്റിയുള്ള സമയത്ത് അവർക്ക് ഉറക്ക് വന്നാൽ ആ നിലക്ക് അവരെ ദാഖിരീങ്ങളാക്കി, അവരെ ആവേശം കൊള്ളിപ്പിച്ച് അവരെ ഹൃദയത്തിലെ ശുദ്ധീകരിച്ച് ഹൃദയത്തിൽ ഈമാനിൻ്റെ ആ പ്രഭകൾ അവതരിപ്പിക്കപ്പെടാൻ പറ്റുന്ന നിൽക്കുപോലെ ഹൃദയത്തെ കടഞ്ഞ് ശുദ്ധീകരിച്ചിരിക്കുക. ഇവർക്കൊന്നും വേറെ താല്പര്യങ്ങളില്ലായിരുന്നു. അവർക്കൊന്നും ഭൗതികമായ ഒരു താല്പര്യങ്ങളുണ്ടാവില്ല. അപ്പോൾ നമ്മൾക്ക് ഭൗതികമായ താല്പര്യങ്ങൾ പലതും നമ്മളിൽ കടന്നുകൂടി. ആ കടന്നുകൂടിയതനുസരിച്ച് നമ്മളെ വിശുദ്ധമാവുന്ന ഈമാനിക്കും ചില തകരാറുകൾ സംഭവിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത് മാറ്റിയെടുത്തിട്ട് നമ്മളെ ഹൃദയത്തിനെ വിശുദ്ധമാക്കി ഈമാനിനെ പ്രകാശിപ്പിക്കാൻ പറ്റുന്നതായ സ്വഭാവ ഗുണങ്ങൾ നമ്മളുണ്ടാവണം. എല്ലാ ഈ പുതിയ ഇപ്പോൾ നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ലാത്തതുകൊണ്ടല്ല, പല പുതിയ പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കാത്തതുകൊണ്ടല്ല, ഒന്നുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന ഗുണം കിട്ടണില്ലല്ലോ. പഴയ കാലത്ത് ഏതെങ്കിലും മൊല്ലാങ്ക മദർസ് പഠിപ്പിച്ച് 2-3 ക്ലാസ് പഠിപ്പിച്ച് വിട്ട ഒരുത്തരിക്ക് ഉണ്ടാകുന്ന ഗുണം ഇന്ന് നമ്മൾ 10, 12 ക്ലാസ്സിൽ പഠിച്ചാലും ഇനി വലിയ മുത്തവൽ ക്ലാസ് വരെ കിതാബ് ഓതി പോയാലും അവർക്കും ഉണ്ടാവണില്ല. എന്താ കാരണം? തെക്കുവ പോവുകയാണ്. തെക്കുവ ഉണ്ടാകണില്ല. പഴയ ആളുകൾക്ക് അങ്ങനെ ഇല്ലേത്. പഴയ മൊല്ലാക്കന്മാരെന്ന് പറഞ്ഞാൽ അവരൊക്കെ ഔലിയാക്കന്മാരായിരുന്നു. പഴയ കാലത്ത് മദർസ് പഠിപ്പിച്ചിരുന്ന ആളുകൾ, അവർ മൊല്ലാക്കന്മാർ, അവർ ശരിയായ സ്വാലിഹ്യങ്ങളാവുന്ന ആളുകളായിരുന്നു. കാരണം അവർ ഒരു കറാഹത്ത് അവർ ചെയ്യൂല, ഒരു ഖിലാഫുല്ല അവർ ചെയ്യൂല. അവർ ആ നിലക്ക് വളരെയധികം ശ്രദ്ധിച്ച് ജീവിച്ചവരാണ്. ഹറാമായ ഒരു ഭക്ഷണത്തല്ല, ശുഭത്തായ ഭക്ഷണം പോലും അവർ ഹൃദയത്തിൽ, അവർ വയറ്റിലേക്ക് അവർ കയറ്റിയിട്ടുണ്ടാവില്ല. എന്നങ്ങനെയല്ല, നമുക്ക് എന്തെങ്കിലും തിന്നാൻ കിട്ടിയാൽ മതി, ഇത് എവിടെ കിട്ടിയാലും വേണ്ടില്ല. അർത്ഥ കോഴിയാവട്ടെ, അർക്കാത്ത കോഴിയാവട്ടെ, വേവിച്ച് കിട്ടിയാൽ മതി. അത് പല നിലക്കുള്ളതായ സംവിധാനം ഇപ്പോൾ കോഴിപ്പലുണ്ട്. എല്ലാം വാങ്ങി അത് വയറ്റിക്കാക്കുന്ന സ്വഭാവങ്ങളാണ് നമുക്കൊക്കെ ഉള്ളത്.
അപ്പോൾ നമ്മളെ ഹൃദയത്തിൽ ഈമാൻ ഒരിക്കലും ആ ഈമാൻ ശരിയായ ഈമാൻ അവതരിക്കാൻ നമ്മളെ ഹൃദയം പറ്റൂല, നമ്മുടെ ശരീരത്തിൽ അതിൻ്റെതായ പ്രഭകൾ കാണപ്പെടാൻ പറ്റൂല. കാരണം എന്തുകൊണ്ട്? ഹറാമ് കഴിക്കുന്ന ഒരു ശരീരത്തിൽ വിശുദ്ധമായ ഈമാനോടെ വളരില്ല എന്നാണ്. അപ്പോൾ നമ്മളൊക്കെ മോമിനിയങ്ങളായി അള്ളാഹു ചെയ്തു തന്ന ഒരു അനുഗ്രഹമാണ്. പക്ഷേ നമ്മളെ പ്രവർത്തനങ്ങളൊന്നും എന്താ പറയുക, നമ്മൾ പല നിലക്കുള്ള പ്രവർത്തനങ്ങളും കാലഘട്ടത്തിനോട് യോജിച്ചുകൊണ്ട് പലതും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. കാലഘട്ടത്തിലുള്ള ഈ കാലഘട്ടത്തിൻ്റെ അവസ്ഥകൾ മനസ്സിലാക്കി ചെയ്യണം. അതൊരു പുതിയ സംഭവം തന്നെയാണ്. ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിലുള്ളതായ വിഷയങ്ങളെ പഠിച്ച് അതിനനുസൃതമായും കൊണ്ട് ദീനീ ദഅവത്ത് നമ്മൾ നടത്തണം. അത് ശരിയാണ്. പക്ഷെ അങ്ങനെയൊക്കെ നടത്തിയിട്ടും ഇതുകൊണ്ടുള്ള ഗുണം ഇവിടെ കാണപ്പെടുന്നില്ലല്ലോ. എന്താ കാണപ്പെടാത്തത്? കണ്ടില്ലേ? അത് കാണപ്പെടാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ട തഖ്വ നമുക്കില്ല. നമ്മൾ ഇഖ്ലാസ് ഇല്ല നമ്മളെ പ്രവർത്തികളിലൊന്നും. ആരും എന്തും ചെയ്യണമെങ്കിൽ അതിന് ഭൗതികമായ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഭൗതികമാവുന്ന വല്ല നേട്ടങ്ങൾക്ക് വേണ്ടിയായിരിക്കും. ഈ സംഘടന അതല്ല. ഇത് ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഇതിൻ്റെ പിന്നിൽ കൂടേണ്ടവരല്ല നമ്മളാരും. ഭൗതികമായി നമ്മൾക്കുള്ള വ്യക്തിപരമായോ അല്ലെങ്കിൽ സാമൂഹ്യമായോ നമുക്കുള്ള പ്രവർത്തനങ്ങൾ അല്ല കാര്യങ്ങൾ എങ്ങനെ സാധിപ്പിച്ചെടുക്കാം, അതിനു വേണ്ടിയല്ല ഇത് ഞാൻ പറഞ്ഞല്ലോ. ഇതിനൊപ്പം കൂടിയാൽ ഒന്നും കിട്ടൂല. ആകെ ഒരു ദുആ കിട്ടും ചിലപ്പോൾ ഭരിച്ചാൽ, അല്ലെങ്കിൽ മയ്യത്ത് നിസ്കാരം കിട്ടും. ശൈഖുനാ ശംസുലുമൊക്കെ പറഞ്ഞതുപോലെ സ്വർഗത്തിൽ മഹാന്മാരാകുന്ന മശായിഖന്മാർ ചിലപ്പോൾ നമ്മളെ കൈ പിടിച്ച് സ്വർഗത്തിൽ കയറ്റും. ഈ സംഘടനയിൽ നിന്നുള്ള ഗുണം ഭൗതികമായിട്ട് വേറെ ഒന്നും കിട്ടൂല. അതുകൊണ്ട് ഭൗതികമായ സംഗതിയൊക്കെ നമ്മൾ നമുക്ക് ആസ്വദിക്കേണ്ടതെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ശരയ്യായ നിലക്ക് തെറ്റില്ലാത്ത ഭൗതികമായ ഏത് സുഖസൗകര്യങ്ങളും നമുക്ക് ആസ്വദിക്കാമല്ലോ. നമ്മളിവിടെ ഫാനിൻ്റെ കാറ്റ് കണ്ടുകൊണ്ട് ഞങ്ങൾ തോന്നുകൊള്ളു ഞങ്ങൾ വാപ്പാരൊക്കെ മുമ്പ് വിശദീകരിച്ചുകൊണ്ട് നീന്ന് എന്നാരെങ്കിലും പറയും. ഇവിടെ കരണ്ട് പറ്റൂല, ഞങ്ങൾ മണ്ണെണ്ണ വിളക്കി കത്തിക്കോളും, അല്ലെങ്കിൽ ഞങ്ങൾ പ്ലെയിനിൽ കയറി പോയാൽ ഞാൻ നടന്നേ പോകുള്ളൂ എന്നൊക്കെ അത് പറഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും തകരാറുണ്ടെന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഭൗതികമായ സുഖങ്ങളൊക്കെ ആസ്വദിക്കുക. അത് പുതിയ ടെക്നോളജി കൊണ്ട് വികസിപ്പിച്ചെടുത്ത സുഖങ്ങളുണ്ടാവും. ഈ പുതിയ ടെക്നോളജി ഇല്ലാതെ തന്നെ ഇപ്പോൾ നമ്മൾ IT യുഗം പറയുമ്പോൾ നമ്മൾ എന്താ വലിയ സംഭവമായിട്ട് മനസ്സിലാക്കുക. IT യുഗം അമ്പിയാക്കന്മാർ അത് പ്രാവർത്തികമാക്കിയതല്ലേ ഈ IT യുഗം എന്ന് പറയുന്നത്. ഇപ്പോൾ നിർമ്മിത ബുദ്ധി ഇത് നമ്മൾ പറയുന്നത് അത് വലിയ സംഭവമായിട്ടാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിക്ക് മരങ്ങൾ സലാം ചൊല്ലി. എന്താ കാരണം? ആ മരത്തിലേക്ക് അതിൻ്റെ സലാമിൻ്റെ ആപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ഏത് സോഫ്റ്റ്വെയർ ഇട്ട് കൊടുക്കുകയാണ് അള്ളാഹു. അല്ലെങ്കിൽ കല്ല് സലാം ചൊല്ലി എന്ന് പറഞ്ഞാൽ കല്ല് സംസാരിക്കാൻ കഴിയുമോ? പക്ഷേ അതിൻ്റെ ആപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇവിടുത്തെ നിർമ്മിത മനുഷ്യനെ കൊണ്ട് സംസാരിപ്പിക്കുന്നത് പോലെ തന്നെ ഇങ്ങനെ ലോകത്ത് നിന്ന് പുതിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയതെല്ലാം അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരും അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരും അതൊക്കെ കണ്ടെത്തി അവരെടുത്തുള്ള ഒരു ടെക്നോളജി ഉണ്ട്. അത് ഇലാഹിയായ ടെക്നോളജിയാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് അവരെന്താക്കി അതൊക്കെ അവർ ജീവിതത്തിൽ ആവശ്യമുള്ള സ്ഥലത്തൊക്കെ അത് ഉപയോഗിച്ചു. ഇപ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബൽഖീസ് രാജ്യത്തിൻ്റെ കട്ടിൽ കൊണ്ടുവരാൻ പറഞ്ഞു. മൂപ്പരൊപ്പം കൂടിയ പലരും ഇത്ര സമയം കൊണ്ട് കൊടുക്കുന്നതിന് എത്ര സമയം കൊണ്ട് ഒരാൾ പറഞ്ഞ സമയം തന്നെ അവരൊക്കെ പറഞ്ഞതിനേക്കാൾ കുറഞ്ഞ സമയം നഞ്ചി പറഞ്ഞാൽ എനിക്ക് കൊണ്ടുവരുന്നത്. ആ നിമിഷം കൊണ്ട് കട്ടിലവിടെ എത്തിയില്ലേ സിംഹാസനം. അതെങ്ങനെ എത്തി? ഇന്നത്തെ പോലുള്ള ടെക്നോളജി ഒന്നുണ്ടോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല യുദ്ധം നടക്കുമ്പോൾ റസൂൽ ആ യുദ്ധത്തിലുള്ള വിവരങ്ങൾ വിവരിക്കല്ലേ? മദീനയിൽ തീർന്നിട്ട് റസൂൽ ആ യുദ്ധത്തിന് പോയിക്കണോ? അത് അള്ള പറഞ്ഞു കൊടുത്തിട്ട് തന്നെ എല്ലാം പറയുള്ളൂ. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞത് അള്ള അറിയിച്ചു കൊടുത്തിട്ട് തന്നെ അറിയുള്ളൂ. ഇത് മൈക്കാണെന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ അള്ള അറിയിച്ചു തരണം. അപ്പോൾ അള്ള അറിയിച്ചു തരൽ മാത്രമല്ല, അറിയിക്കലോട് കൂടെ തന്നെ ഇതിനുപയോഗിക്കാൻ പറ്റിയൊരു ടെക്നോളജി അവരെ കൈവശം ഉണ്ടായിരുന്നു. അത് ആദം നബിക്ക് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത ടെക്നോളജിയാണ്. ആദം നബിയുടെ മക്കൾ രണ്ട് നിലക്കാണ് അതിന് ഉപയോഗപ്പെടുത്തിയത്. അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും ഒക്കെ ഈമാനെ വർദ്ധിപ്പിച്ചെടുത്തു. ഈമാനാവുന്ന ടെക്നോളജി കൊണ്ട് അത് ഉപയോഗിച്ചു. ശാസ്ത്രജ്ഞന്മാരെന്താക്കി ഭൗതികമാവുന്നതായ ടെക്നോളജി അവർ വർദ്ധിപ്പിച്ചെടുത്തു ചെയ്തു. ഇതാണ് ഇപ്പോൾ സംഭവിച്ചത്. അപ്പോൾ ഇതൊന്നും ഒരു പുതിയതല്ല. അപ്പോൾ നിർമ്മിത ബുദ്ധി അതിൻ്റെ സംസാരം അതിനോട് ചോദിച്ചാൽ എല്ലാം പറയില്ല. നമ്മൾ പറഞ്ഞു കൊടുത്തതേ പറയുള്ളൂ. നമ്മൾ തെറ്റ് പറഞ്ഞു കൊടുത്താൽ ആ തെറ്റ് തരും പറയും. തത്തമ്മക്ക് വല്ലതും പഠിപ്പിച്ചു കൊടുക്കണില്ലേ? തത്തമ്മയെ പൂച്ചാന്ന് പഠിപ്പിക്കണില്ലേ? അതേമാതിരിക്കുള്ളൊരു പഠിപ്പാണ് എനിക്ക് ഉണ്ടാവുന്നത്. ഇത് ഒരു പുതിയതല്ലാന്നാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ പഴയ കാലത്ത് മഹാന്മാർ റസൂൽ മാത്രമല്ല അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും ഒക്കെ ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ളവരോട് സംസാരിച്ചില്ലടോ. അതെങ്ങനെയാണ് സംസാരിച്ചത്? വയറുള്ള ഫോണോ ഇല്ലാത്ത ഫോണോ ഒന്നും ഉണ്ടായിരുന്നോ? ഇല്ല. അവർ സംസാരിച്ചത് ഒരു മാധ്യമം ഉപയോഗിച്ചിട്ടാണ്. ലോകത്തുള്ള പല സംഭവങ്ങളെ പറ്റി തുയ്യത്തിൽ അറുന്നു കുല്ലുഹ എല്ലാവരും കൊടക്കയിൽ എന്നൊക്കെ പറഞ്ഞില്ലേ? ലോകം മുഴുവൻ നമ്മളിപ്പോൾ പരസ്യത്തിൽ കണ്ടില്ലേ? റസൂൽ പറഞ്ഞില്ലേ തുയ്യത്തിൽ അറുന്നു കുല്ലുഹ, ഭൂമി മുഴുവൻ എനിക്ക് ചുരുട്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള സർവ്വ സംഭവങ്ങളും അതിലുള്ള സംഭവങ്ങളെ വീക്ഷിക്കാനും അതിനെ പറ്റി മനസ്സിലാക്കാനുള്ള പ്രത്യേകമാവുന്ന ഒരു ഹുവ്വത്ത് ഒരു കഴിവിനെ എനിക്ക് നൽകപ്പെട്ടു. അത് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്ന് നടക്കണം ഇവിടെ നിന്ന് നടക്കണമെന്ന് എനിക്ക് പറയാൻ കഴിയുന്നു. അത് റസൂലുള്ളാഹിക്ക് മാത്രമല്ല മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്കും കഴിയും ഈമാൻ എങ്ങനെ വികസിപ്പിച്ചെടുത്താൽ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന പല സംഗതികളും നമ്മൾ ഇവിടെ ഒരു കാര്യം കാണുന്നില്ല. എല്ലാവരും എന്താ കാരണം? ഒന്ന് നമുക്ക് ഇഖ്ലാസ് ഇല്ലാതെയായി പോയി ചെയ്യുന്ന സംഗതി. എന്തെങ്കിലും ഒരു താല്പര്യം വിചാരിച്ചിട്ടാണ് എനിക്കറിയില്ല. മറ്റൊന്നെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ നീയത്ത് നല്ല നീയത്തല്ല. എന്തെങ്കിലും നിനക്കുള്ള ഫിത്തനകളാണ് ഈ കാര്യം ചിലപ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ അതിനേക്കാൾ ഇത് ഇതിനേക്കാൾ അത് ഇങ്ങനത്തെ പ്രശ്നങ്ങളായിരിക്കും. ഇങ്ങനത്തെ പല സംഭവങ്ങളെ കൊണ്ടും അല്ലെങ്കിൽ അവനെ പരാജയപ്പെടുത്തണം ഇവനെ മോശമാക്കണം എന്നൊക്കെയാണ് ഈ കാര്യം മനസ്സിലുണ്ടാവുക.
അപ്പോൾ എന്നതുപോലെ നമ്മളെ ഈ കൂട്ടായ്മ വളരെ നല്ലതാണ്, ഈ കൂട്ടായ്മയിലുള്ള പ്രവർത്തനം ആവശ്യമാണ്. പക്ഷേ ഇതിൽ അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ടതായ ഗുണങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. അതൊരു ഫിത്നയ്ക്ക് വേണ്ടിയിട്ട് ഒരുക്കി പുറപ്പെട്ട് കൊണ്ടിട്ട് പലതും ചെയ്യാൻ പലരും സന്നദ്ധരും, അതുകൊണ്ടൊരു കാര്യമില്ല. വിശുദ്ധമായ ദീനാണത്. ഈ ദീൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിൻ്റെ സംരക്ഷണം അല്ലാഹു ഏറ്റെടുത്തതാണ്. ഇത് അതിനാവശ്യമാവുന്ന സംവിധാനങ്ങൾ ഓരോ കാലഘട്ടത്തിലും അല്ലാഹു ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ആ സംവിധാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ, അതിൻ്റെ പോഷക സംഘടനകളൊക്കെ. അപ്പോൾ അത് ഭൗതികമാവുന്ന താല്പര്യങ്ങളല്ല അതിൻ്റെ പിന്നിലുള്ളതെന്ന് എല്ലാവരും മനസ്സിലാക്കുക. ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി വേറെ പല കാര്യങ്ങളും പലതുണ്ടല്ലോ, അതിലൊക്കെ കൂടിയാൽ മതിയല്ലോ. ഇത് അല്ലാഹുവിൻ്റെ വജ്ഹിന് വേണ്ടി കൊണ്ട് നല്ല നെയ്യത്തോടു കൂടി നാളെ മഹ്ശറയിൽ ഇതൊക്കെ നമ്മളോട് എന്താക്കും, ചോദ്യം ചെയ്യപ്പെടും എന്ന കാര്യം ഉറപ്പാണ് നമ്മൾ ചെയ്ത ഓരോ പ്രവർത്തനങ്ങളും. അപ്പോൾ അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവ ഫഇന്ന ജന്നത ഹിയൽ മഅ്വ. ആ സ്വഭാവത്തിലുള്ള ആളുകളായി കൊണ്ട് മാറണം. അള്ളാഹുവിൻ്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടാൻ വേണ്ടി നമ്മൾ നിർത്തപ്പെടും. നമ്മളെ കയ്യിൽ നന്മകളും തിന്മകളും എഴുതപ്പെടുന്ന ഗ്രന്ഥങ്ങൾ നൽകപ്പെടും. അതനുസരിച്ച് അവിടുന്ന് വിധിക്കപ്പെടും എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാവണം. വനഹൻ നഫ്സ അനിൽ ഹവ, എല്ലാ ഇച്ഛകളെ തൊട്ടും നമ്മുടെ ശരീരത്തിൽ നമ്മൾ എന്താക്കണം, പ്രതിരോധിച്ച് നിർത്തും വേണം. എന്നാൽ ഫൈനൽ ജന്നത ഹിയൽ മഅ്വ, അപ്പോൾ സ്വർഗ്ഗത്തിലേക്ക് നേരെ കയറിച്ചല്ല. അപ്പോൾ അതിനുള്ളതായ ഒരു അവസ്ഥയാണ് ഉണ്ടാക്കേണ്ടത്. അത് നമുക്ക് ഈ പ്രവർത്തനം കൂടിയൊക്കെ ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ ഈ പ്രവർത്തനങ്ങളൊക്കെ ആ നിലക്കുള്ള സവാബുകൾ ലഭിക്കപ്പെടുന്നതായ രീതിയിലാവണം നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ പൂജ നിസ്കരിച്ചിട്ട് കാര്യമില്ല. എത്ര നിസ്കരിച്ച് താഴെ മാഷ് ചെല്ലുമ്പോൾ റിക്കാർഡ് നോക്കുമ്പോൾ നിസ്കാരം ഉണ്ടാവില്ല. എന്താ കാരണം? നിസ്കരിച്ചൊന്നും ചോദിച്ച് നിസ്കാരക്കാരനാണെന്ന് പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ മറ്റുള്ളതായ സംഗതികൾ എന്തെങ്കിലും നിലക്കുള്ള താല്പര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഹജ്ജ് ഉംറയൊക്കെ ചെയ്ത് ഒരു കാര്യം ഉണ്ടാവില്ല. കാര്യം ഉണ്ടാവണമെങ്കിൽ എന്താവണം, അത് സ്വീകരിക്കപ്പെടുന്നതായ രൂപത്തിൽ നിർവഹിക്കപ്പെടണം. ഇപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചു, ഇത് വലിയ സംഭവമാണ്. പക്ഷേ അതിൻ്റെ പ്രവർത്തനത്തിന് അടിസ്ഥാനപരമായ അതിൻ്റെ നന്മകൾ എന്തൊക്കെ അത് പരിശോധിച്ചുകൊണ്ടാവണം നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അത് നമുക്കുണ്ടാവണം. അതിൻ്റെ പോഷക സംഘടനകൾക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചു, ഇതൊക്കെ നല്ലത് തന്നെ. നല്ല പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെതായ നന്മകൾ മാത്രം പോരാ, ഈ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന ആളുകളുണ്ടല്ലോ, അവർക്കും ദീനിൻ്റെ സ്വഭാവങ്ങൾ ഉണ്ടാവണം. നമ്മൾ ഒന്ന് ചെയ്യുക, അങ്ങനെ ഉണ്ടല്ലോ. ആളുകളോട് മറ്റൊന്ന് പറയുക. അവനെ സംബന്ധിച്ച് മഹാനാവുന്ന ഷെയ്ഖുൽ മശായിഖ് ഖുത്ബുൽ അഖ്താബ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങൾ പറയുന്നത് കഅന്നഹു ദിബുൻ അലൈഹി സിയാബ്, അവനൊരു ചന്നായിയെ പോലെയാണ്, അവൻ വസ്ത്രം ധരിച്ച ചന്നായിയെ പോലെയാണ്. ഒരാൾ പ്രസംഗിക്കുക അല്ലെങ്കിൽ ഒരാൾ ദീനി പ്രവർത്തനം നടത്തുക, ആളുകളോട് നമ്മൾ നിസ്കരിക്കാൻ പറയാം. നമ്മൾ എന്നിട്ട് നിസ്കരിച്ച് എടുത്ത് തുറക്കാം. മനസ്സിലായോ? അപ്പോൾ ആളുകൾ പോയി ഉൽഹിറുന്നാസി തലസുഖ, ജനങ്ങൾ മുന്നിൽ വാഴ്ത്താക്കുക, ഇബാദത്തിനെ പ്രകടമാക്കുക. വൈദാ ഖല അനിന്നാസ്, ജനങ്ങൾ തൊട്ട് ഒഴിഞ്ഞു നിന്നാൽ കഅന്നഹു ദിബുൻ അലൈഹി സിയാബ്, അവൻ്റെ മേൽ വസ്ത്രമുള്ള ഒരു ചെന്നായിയെ പോലെയായിരിക്കും അവൻ. ആ നിലക്കുള്ള, അപ്പോൾ അവൻ രഹസ്യമായിട്ട് ഇവൻ പറയുന്നതിന് എതിര് ചെയ്യുക. ആ നിലക്കുള്ള പ്രവർത്തകരല്ല നമുക്ക് ആവശ്യം. ആ നിലക്കുള്ളതായ ആളുകളല്ല, ഞങ്ങൾ പ്രവർത്തകരുമാണെങ്കിൽ നേതാക്കന്മാരുമാണ്. അപ്പോൾ നേതാക്കന്മാരും പ്രവർത്തകരൊക്കെ അവരിൽ ഉണ്ടാവേണ്ട ഗുണങ്ങളുണ്ടല്ലോ, ആ ഗുണങ്ങളൊക്കെ ഉണ്ടാവണം. അതില്ലാത്ത നിലയ്ക്ക് നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങളുടെ പ്രവർത്തനങ്ങളൊന്നും അതെന്താവില്ല, വേണ്ടതുപോലുള്ള ഗുണം ലഭിക്കപ്പെടുന്നതല്ല. അപ്പോൾ മദ്രസ മാനേജ്മെൻറ്റ് അസോസിയേഷൻ അതൊരു വലിയ സംഭവമാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾക്കും ശക്തി പകരലാവണം നിങ്ങളുടെ ഉദ്ദേശങ്ങളൊക്കെ. ആ നിലയ്ക്ക് നിങ്ങൾ പ്രവർത്തിക്കണം. ഞാൻ പലപ്പോഴും പറയലുണ്ട്, മദ്രസ മാനേജ്മെൻറ്റിൻ്റെ പുതിയൊരു സർക്കുലറുണ്ട്. ഇപ്പോൾ എല്ലാ മദ്രസകളിലും എന്താണ് പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഉണ്ടാക്കണം. പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഉണ്ടാക്കുന്ന തിരക്കില്ല, പക്ഷേ അത് ശ്രദ്ധിക്കണം. കാരണം അതിൽ മദ്രസയിൽ പഠിച്ചു പോയാൽ പല ജാതി, പല ചിലവർ നിരീശ്വരവാദി ഉണ്ടാവും, ചിലർ മുജാഹിദ് ഉണ്ടാവും, ചിലത് ജമാഅത്ത് ഇസ്ലാമിക്കാരുണ്ടാവും, ചില തബ്ലീഗ് ജമാഅത്തുകാരാണ്. ഇങ്ങനത്തെ ചില ആളുകൾ നിരീശ്വരവാദികളാണ്. ഇവരൊക്കെ കൂട്ടിക്കൊണ്ട് നമ്മൾ പിന്നെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഉണ്ടാക്കിയാലൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കണം. മദ്രസ മാനേജ്മെൻറ്റ് നിർദ്ദേശിച്ച നിർദ്ദേശം അത് നല്ലത് തന്നെ. മദ്രസകളിലൊക്കെ പുതിയ പിന്നെ പൂർവ്വ വിദ്യാർത്ഥി സംഘം ഉണ്ടാക്കുക നല്ലത് തന്നെയാണ്. പക്ഷേ ആളെ പരിശോധിക്കണം. ഇതിൽ നമ്മൾ കേട്ടുന്ന ആളുണ്ടല്ലോ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക സംഘടനകളിൽപ്പെട്ട ഒന്നാവുന്ന മാനേജ്മെൻറ്റ് അസോസിയേഷൻ, അതിന് നിർദ്ദേശം ചെയ്യുമ്പോൾ പൂർണ്ണമായും കൊണ്ട് അവർ സമസ്തക്ക് വിധേയമായ ആളുകളെ മാത്രമേ ആ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയിൽ നമ്മൾ ഉൾക്കൊള്ളിക്കാൻ പാടുള്ളൂ. മദ്രസ പഠിച്ചു പോയാലൊക്കെ പൂർവ്വ വിദ്യാർത്ഥിയാണ്, അതിപ്പോൾ എതിർപ്പൊന്നുമില്ല. പക്ഷേ നമ്മളുണ്ടാക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഘടന പഠിച്ചു പോയാലും എല്ലാവരും അല്ല, നമുക്ക് പറ്റുന്ന ആളുകളെ മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ. നമുക്ക് പറ്റുകയെന്ന് പറഞ്ഞാൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ പൂർണ്ണമായും അംഗീകരിക്കണവർ, അല്ലാത്ത ഒരുത്തിനും പറ്റില്ല. അങ്ങനെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന കൊണ്ട് ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് താല്പര്യങ്ങൾ എന്തെങ്കിലും മുന്നിൽ നിർത്തിക്കൊണ്ടുള്ളതായ പ്രവൃത്തി നടത്തിയാൽ അതൊരിക്കലും വിജയിക്കില്ല. അത് മനസ്സിലാക്കിയാൽ മതി. കാരണം ഇത് ദീനാണ്. ഈ ദീനിനെ പൊളിക്കാൻ വേണ്ടി ആരും ശ്രമിക്കരുത്. അതിനെ നിലനിൽക്ക് നടത്തിക്കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നമ്മൾ ഇന്നുണ്ടാവേണ്ടത്. അത് ഖിയാമത്ത് നാൾ വരെ ഇതിൻ്റെ ആശയങ്ങൾ അല്ലെങ്കിൽ സംരക്ഷിക്കപ്പെടുന്ന കാലം വരെ ഇതിവിടെ സംരക്ഷിക്കപ്പെടണം. പിന്നീട് ഇവിടെ ഒരു കാലം വരും എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഇസ്ലാം എന്ന് കേൾക്കുള്ളൂ. ഇസ്ലാം എന്ന് പറഞ്ഞേക്കാം, ആരാ മുസ്ലിം എന്നുള്ളത് തിരിയില്ല. ആ നിലക്കുള്ള ഒരു കാലഘട്ടം ഇവിടെ വരും. ആ കാലഘട്ടം വരുമ്പോൾ ആ കാലഘട്ടത്തിലുണ്ടാവുന്ന പണ്ഡിതന്മാരെ പറ്റിയും അന്നത്തെ അവസ്ഥയെ പറ്റിയൊക്കെ റസൂല് പറഞ്ഞല്ലോ. അതിൽ നിന്നുള്ള ചില സ്വഭാവങ്ങളൊക്കെ ഇപ്പം കാണപ്പെടാൻ തുടങ്ങി. ഇന്നത്തെ അതിൻ്റെ അവസ്ഥകളൊക്കെ ചില നമ്മളെ സ്വഭാവങ്ങൾ നമ്മൾ ആരെങ്കിലും ഖുർആൻ ഇപ്പോൾ ആരെങ്കിലും ഓതിലുണ്ടോ? മുസാഹിബ് കൊണ്ട് അട്ടിക്കിടാതില്ലാതെ ഫണ്ടൊക്കെ ഭരിച്ചാൽ അടുത്ത വീട്ടിൽ നിന്നൊക്കെ മുസാഹിബ് കൊണ്ടുവരും. കാരണം ആകെ ഒരു മുസാഹിബ് വീട്ടിലുണ്ടാവുള്ളൂ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ എല്ലാവരും ഗൾഫിലൊക്കെ പോയി വരുമ്പോൾ അല്ലെങ്കിൽ അവിടുന്ന് ഫ്രീ കിട്ടുമ്പോൾ കുറേ മുസാഹിബ് കൊടുത്ത് അട്ടി കൊടുത്ത് വെച്ചിട്ടുണ്ടാവും. ആരെങ്കിലും ഓതിലുണ്ടോ? അങ്ങനത്തെ ഒരു കാലഘട്ടം വരുമെന്ന് പറഞ്ഞു. അതിപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറേ കഴിയുമ്പോൾ ഇസ്ലാം എന്ന് കേൾക്കാം. ആരാണ് മുസ്ലിം എന്ന് അറിയില്ല.
അങ്ങനത്തെ ഒരു കാലഘട്ടം ഇവിടെ വരും. ഇസ്ലാം തന്നെ മതം ഉണ്ടായിരുന്നു, നഅൂദുബില്ലാ. അപ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. വളരെ ഫിത്തനകൾ നിറഞ്ഞ ഒരു കാലഘട്ടമാണ്. എല്ലാ നിലക്കുള്ള ഫിത്തനകളും കളവുകളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് നന്മയെ എതിർക്കപ്പെടുന്നതായ ഒരു കാലഘട്ടമാണ് ഇന്ന് നമ്മളെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രവർത്തകരും നേതാക്കന്മാരൊക്കെ ദീനിയായ സ്വഭാവങ്ങൾ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ വേണ്ടി ശ്രമിക്കുക, ഈമാനെ വികസിപ്പിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക, വിശുദ്ധമാവുന്നതായ അദ്കാറുകളും മറ്റതൊക്കെ ചൊല്ലി അതുകൊണ്ട് ശോലാവുക. ഇതൊക്കെ സ്വീകരിക്കപ്പെടുന്ന രൂപത്തിലാവണമെന്നുണ്ടെങ്കിൽ അതിനടിസ്ഥാനപരമായി വേണ്ടതായ ഗുണങ്ങളും അതിൻ്റെ ഉപാധികളൊക്കെ പാലിച്ചുകൊണ്ട് ചെയ്യുക. അങ്ങനെ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. ഈ